പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ജീവാശബ്ദത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ ആവശ്യമായ എല്ലാ മുഖാന്തരങ്ങളും ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പഠനം, ആത്മീയ ശുശ്രൂഷകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു, നിങ്ങൾക്കത് വളർച്ചയാകുന്നു, നിങ്ങൾക്കത് വിടുതലുകളാകുന്നു എന്നുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയുവാനിടയായി തീർന്നതിൽ ഞങ്ങൾക്ക് ഏറിയ സന്തോഷമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് വീണ്ടും ദൈവവചന ധ്യാനത്തിനായി സമയത്ത് വേർതിരിക്കാം. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം കൊലോസ്യ ലേഖനത്തിൽ നിന്ന് ക്രിസ്തു നമ്മുടെ അകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ വന്നതിനാൽ നാം അനുഭവിക്കുന്ന വളർച്ചയെക്കുറിച്ചും അതിൽ നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ചും ധ്യാനിക്കുകയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം അവസാനിപ്പിച്ചത് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി അവൻ നമ്മെ പ്രാപ്തരാക്കി എന്നുള്ള വേദഭാഗം വായിച്ചുകൊണ്ടാണ്. പിശാചിൻ്റെ അടിമത്തത്തിൽ കടന്നിരുന്ന, ഇരുട്ടിൻ്റെ അധീനതയിൽ കടന്നിരുന്ന, ഇരുട്ടിൻ്റെ രാജ്യത്തിൽ കടന്നിരുന്ന നമ്മെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ കൊണ്ടുവന്ന് ക്രിസ്തുവിലുള്ള സകലതും അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന മനോഹരമായ നല്ല സാവകാശനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ അവകാശങ്ങൾ അനുഭവിക്കൂ, ഈ അവകാശങ്ങൾ ആസ്വദിക്കൂ. ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സ്പർശിക്കട്ടെ, നിങ്ങൾക്കത് വിടുതലുകളൊരുക്കട്ടെ. ഒന്നിൻ്റെ നടുവിലും തളർന്നു പോകാതെ ബലത്തോടെ മുന്നേറുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ആ ജീവൻ നമ്മിലേക്ക് പകരപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണല്ലോ. ആ ആത്മാവിനെ അളവ് കൂടാതെയാണല്ലോ ദൈവാത്മാവ് നമ്മുടെ മേൽ പകരുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഒരിക്കൽ യെരുശലേം ദൈവാലയത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്തു നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യേശുക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് അപ്പോൾ വന്നിട്ടില്ലായിരുന്നു എന്ന് നമുക്ക് അവിടെ തന്നെ കാണാം. അർത്ഥാൽ പരിശുദ്ധാത്മാവ് വന്ന ശേഷം വിശ്വസിക്കുന്ന സകല വ്യക്തിയുടെ അകത്തു നിന്ന് ആത്മാവിൻ്റെ നദി ഒഴുകുകയാണ്. ഈ ആത്മനദിയാലാണ്, ഈ ആത്മാവിനാലാണ് നാം അനുഗ്രഹങ്ങളുടെ ആഴങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്നത്. ഈ ഭൂമിയിൽ നാം അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളുണ്ട്, സ്വർഗത്തിൽ ചെന്ന് നാം അനുഭവിക്കേണ്ട നിത്യതയുടെ അനുഗ്രഹങ്ങളുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കേണ്ട സകല അനുഗ്രഹങ്ങളും ഒന്നുപോലും നഷ്ടപ്പെടാതെ അനുഭവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ചിലർ പറയും നിത്യതയിൽ മാത്രമാണ് ഞങ്ങൾക്ക്, നിത്യതയെ ലക്ഷ്യം വെച്ച് മാത്രമാണ് ജീവിക്കുന്നത്. അല്ല, നിത്യതയെ ലക്ഷ്യം വെക്കണം. നിത്യത ദൈവം നമുക്ക് തന്നിരിക്കുന്ന അമൂല്യമായ മേഖലയാണ്. പക്ഷേ നിത്യത മാത്രമല്ല ഒരു ക്രിസ്തുഭക്തന്റെ ലക്ഷ്യം. നിത്യത അവൻ ലക്ഷ്യമായിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ അവന് ജയകരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം അവൻ ഈ ഭൂമിയിലുണ്ട്. നോക്കൂ, ആത്മാവിനാൽ ലഭ്യമാകുന്ന അനുഭവങ്ങളെ കുറിച്ച് നാം ധ്യാനിച്ചു വരുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടവന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം വിശ്വാസത്താൽ പ്രാപിക്കുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരികയാണ്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം പരിശുദ്ധാത്മാവ് നാം പ്രാപിച്ചു എന്നൊരൊറ്റ കാരണത്താൽ എൻ്റെ അവകാശമായി മാറുകയാണ്. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളുടെയും അവകാശമാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. അത് വിശ്വാസത്താൽ കർത്താവ് നമ്മുടെ മേൽ പകരുകയാണ്. നോക്കൂ, എന്താണ് അബ്രഹാമിന്റെ അനുഗ്രഹം? അബ്രഹാം ആ അനുഗ്രഹം പ്രാപിപ്പാൻ എന്താണ് ചെയ്തത്? അബ്രഹാമിനെ കുറിച്ചുള്ള അനുഗ്രഹത്തെ കുറിച്ച് നാം അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം ഇറങ്ങി വരുമ്പോൾ അവിടെ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ മോറിയ മലമുകളിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കുവാനായിട്ട് ദൈവം പറഞ്ഞ വ്യവസ്ഥ പ്രകാരം യാഗപീഠത്തിന്മേൽ മുകളിൽ കിടത്തി അബ്രഹാം
വാളെടുത്ത് തൻ്റെ മകന്റെ മേൽ വെട്ടുവാൻ നീട്ടിയപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാമേ അബ്രഹാമേ, നീ ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന ശബ്ദം അവൻ കേട്ടു. തുടർന്ന് ദൈവം പറഞ്ഞ വ്യവസ്ഥ പ്രകാരം അവൻ പുറകിലേക്ക് നോക്കിയപ്പോൾ കണ്ട ആട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന് യഹോവയാഗം അർപ്പിച്ചു. തുടർന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ പദമുണ്ട്, 15-ാം വാക്യം, യഹോവയുടെ രണ്ടാമതും ആകാശത്ത് അബ്രഹാമിനോട് അരുളിച്ചത്, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അടുത്തത്, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണം അവകാശമാക്കും. 1, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. 2, അവരെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽ പോലെ ഞാൻ അവരെ വർദ്ധിപ്പിക്കും. എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണിക്കോ, എണ്ണാൻ പറ്റാതെ വണ്ണം ഞാൻ അവരെ വർദ്ധിപ്പിക്കും. 3, പട്ടണങ്ങൾ അവർ അവകാശമാക്കാൻ തുടങ്ങും. ഐശ്വര്യമായ അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഈ അനുഗ്രഹത്തെ വെച്ചുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ആത്മാവിനാൽ പകർന്നിരിക്കുകയാണ്. അപ്പൊ നിനക്കൊരു വർധനവുണ്ട്. നീ അവകാശങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ളവനാണ്. നീ ചോർന്നു പോയി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒട്ടക്കച്ചവടക്കാരൻ താടിക്കൈ വെച്ചിരിക്കുന്ന പോലെ ഇരിക്കണവനല്ല. നഷ്ടങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് തളമിരിക്കണവനല്ല, മറിച്ച് പ്രാപിക്കാനുള്ളവരിലേക്ക് നോക്കി വീരവയോടെ ഇറങ്ങി പുറപ്പെടണവനാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് അബ്രഹാം അവിടെ ചെയ്ത കാര്യം, എൻ്റെ ഏകജാതനായ പുത്രനെ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ പശ്ചാത്തലം ഒന്ന് നോക്കിയാൽ വളരെ രസകരമാണ്. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 21-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ഇസ്ഹാക്ക് ജനിക്കുന്നു. ഇസ്ഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് ആ കുടുംബത്തിൽ സാറയുടെ ആഗ്രഹപ്രകാരം ഹാഗാറിൽ നിന്ന് ഒരുവൻ ജനിച്ചു. അവൻ്റെ പേര് ഇസ്മായേൽ എന്നാണ്. അപ്പോൾ ആ വീട്ടിൽ 2 മക്കൾ, ഒന്ന് ഇസ്മായേൽ, പിന്നത്തതിൽ വാക്തത്വപ്രകാരം ദൈവത്തിൻ്റെ വാക്തത്വപ്രകാരമുള്ള സന്തതിയായ ഇസ്ഹാക്ക്. 2ഉം കൂടെ ഒരു വീട്ടിൽ വാഴില്ല. ഒന്ന് ജഡസന്തതിയാണെങ്കിൽ മറ്റൊന്ന് വാക്തത്വ സന്തതിയാണ്. ഒന്ന് ക്രിസ്തുവിന് വെളിലാണെങ്കിൽ മറ്റൊന്ന് ജഡത്തിന് വെളിലായി നിൽക്കുന്നു. അർത്ഥാൽ അത് സാത്താന് വെളിലായി നിൽക്കുന്നു, അല്ലെങ്കിൽ ജഡത്തിന് വെളിലായി നിൽക്കുന്നു. ഓക്കെ, 2ഉം കൂടെ അകത്ത് വാഴില്ല. നിന്റെ അകത്തും 2ഉം കൂടെ വാഴില്ല. നിന്റെ അകത്ത് ക്രിസ്തു രൂപപ്പെടുന്നെങ്കിൽ, ക്രിസ്തു വളരുമെങ്കിൽ നീ തളരാൻ തുടങ്ങും, നീ ഇല്ലാതാകും. പൗലോസ് പറഞ്ഞു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2ഉം കൂടെ വാടില്ല. ജഡീയ സന്തതിയും വാക്തത്വ സന്തതിയും ഒരു വീട്ടിൽ വാടില്ല. ജഡീയനായും ആത്മീയനായും ഒരു വ്യക്തിക്ക് ഇരട്ടഭാവത്തിൽ ജീവിക്കാൻ പറ്റില്ല. പ്രൈസ് ഗോഡ്. നോക്കൂ, നമുക്ക് ആ വേദഭാഗങ്ങൾ പഠിച്ചു വരുമ്പോൾ വളരെ രസകരമാണ്. ജഡീയന്മാർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമോ? ഇസ്മായേൽ ജഡീയനായി നിൽക്കുകയല്ലേ? അവിടെ ജഡത്തിന്റെ സന്തതിയായി നിൽക്കുകയല്ലേ? എന്താ ഉണ്ടായത്? ജഡത്തിന്റെ സന്തതിയായ ഇസ്മായേലിനെ അബ്രഹാം വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഐശ്വര്യമായ അബ്രഹാമെ, നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ വീട്ടിൽ നിൽക്കുന്ന ജഡസന്തതി പുറത്തു പോയേ പറ്റൂ. അവനെ പുറത്താക്കി. അവൻ അബ്രഹാം കൊടുത്ത വെള്ളവും അടയുമായിട്ട് ഹാഗാറും അവനും കൂടെ യാത്ര പുറപ്പെട്ടു. അവർ ആ അടയും വെള്ളമൊക്കെ തീർന്നുപോയി. അവർ മരുഭൂമി ചെന്നു. മരുഭൂമി ചെന്നപ്പം എന്തുണ്ടായത്? അവിടെ മരുഭൂമി വെള്ളം തീർന്നു, അട തീർന്നുകൊണ്ട് ഇപ്പോൾ മരിക്കുമെന്ന് ചിന്തിച്ച് ഹാഗാർ കൊച്ചിനെ മാറ്റിക്കിടത്തി. ഹാഗാർ കിടന്ന് കരയാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ഹാഗാരെ ഹാഗാരെ, ഞാൻ ബാലന്റെ നിലവിളി കേട്ടു. ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പൊ നോക്കിയേ, ഒരു ജഡീയന്റെ നിലവിളി, ഒരു ജഡസന്തതിയുടെ നിലവിളി എൻ്റെ ദൈവം കേൾക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവം നിന്റെ നിലവിളി കേട്ട് തുറന്നിരിക്കുന്ന ഉറവിനെ കാണിച്ച് നിനക്ക് വേണ്ടി നന്മ ചെയ്തത് കൊണ്ട് നീ ആത്മീയനാണെന്ന് ചിന്തിക്കരുത്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ട് അല്ല. ഞാനിവിടെ പ്രസംഗിച്ചപ്പോഴോ പ്രാർത്ഥിച്ചപ്പോഴോ ഞാൻ പ്രാർത്ഥിച്ചവനാലും നിങ്ങളൊരു അത്ഭുതം നേടിയവ കൊണ്ട് അനുഭവിച്ചത് കൊണ്ട് ഞാനും ആത്മീയനാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇവിടെ പാരാ മരുഭൂമിയിൽ പോയി പാർക്കുന്ന ഹാഗാറിന് വേണ്ടി അല്ല, ഇസ്മായേലിന് വേണ്ടി ദൈവം അത്ഭുതകരമായ ഉറവ് തുറന്നു. ആ ഉറവ് തുറന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു. ഉറവ് തുറന്നത് അവൾ കണ്ടപ്പോൾ അവർ ഉറവിൽ നിന്ന് കുടിച്ചു. ഈ ഹാഗാറ് മിസ്രൈമ്യദാസിയാണ്. അവർ പോയത് പാരാൻ മരുഭൂമിയിലേക്കാണ്. ഈ മരുഭൂമി മിസ്രൈമിന്റെ അതിരാണ്. ആ തുറക്കപ്പെട്ട ഉറവിലെ വെള്ളം കുടിച്ച് ഇസ്മായേൽ
വില്ലാളി വീരനായി വളർന്നു. അവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ട്? ഇസ്മായേൽ വില്ലാളി വീരനായി വളർന്നു. നോക്കൂ. എന്നാൽ മറുഭാഗത്ത് ഇസഹാക്കുമായി യാത്ര പുറപ്പെട്ട അബ്രഹാം പാരാനിലേക്കല്ല പോയത്. അബ്രഹാം പോയത്, അവിടെ വായിക്കുന്നുണ്ട് നമ്മൾ, അബ്രഹാം പോയത് ബെർശേബയിലേക്കാണ്. ബെർശേബ, നിങ്ങൾ ബൈബിളിന്റെ പലസ്തീൻ നാടിന്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ പലസ്തീന്റെ അതിരിലാണ് ബെർശേബ. പാരാൻ മിസ്രൈമിന്റെ അവരിലാണ്. നീ ദൈവികമായി അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നതിന്റെ അടയാളം, നീ വാക്തത്വങ്ങളോട് അടുത്തു വരാൻ തുടങ്ങും. വാക്തത്വമാടിനോട്, ക്രിസ്തുവിനോട്. ക്രിസ്തു അല്ലേ വാക്തത്വമാണ്? അതെ. അപ്പൊ ക്രിസ്തുവിനോട് അടുക്കാൻ തുടങ്ങുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം എന്നോട് പറഞ്ഞ വാക്തത്വങ്ങളിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാം ബെർശേബയിൽ വന്നു. അവിടെ പിതാക്കന്മാർ, അല്ലെങ്കിൽ അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അബീമേലെക്കിന്റെ ദാസന്മാർ അബ്രഹാമിൽ നിന്ന് ആ കിണർ അവകാശമാക്കിയിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടായി? നിങ്ങൾ അതിൻ്റെ 22-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ അബ്രഹാം അവരോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ അവിടെയുണ്ട്. അബ്രഹാമോട് സംസാരിച്ചു, നിന്റെ സകല പ്രവൃത്തിനോട് ദൈവം നിന്നോട് കൂടിയുണ്ട്. അങ്ങനെ അവര് തമ്മിൽ സത്യം ചെയ്യുന്നു. 25-ാം വാക്യം, അബീമേലെക്കിന്റെ ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം അബ്രഹാം അബീമേലെക്കിനോട് ബത്സിച്ചു പറഞ്ഞു. 27-28 വാക്യങ്ങൾ, പിന്നെ അബ്രഹാം അബീമേലെക്കിന് ആടുമാടുകളെ കൊടുത്തു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു. അബ്രഹാം 7 പെണ്ണാട്ടും കുട്ടികളെ വേർപെട്ട് നിർത്തി. അപ്പൊ നോക്കി, അവിടെ ഒരു ജഡിയൻ മരുഭൂമിയിൽ ദൈവത്താൽ തുറക്കപ്പെട്ട ഉറവിൽ നിന്ന് വെള്ളം കുടിച്ച് അവൻ വില്ലാളി വീരനായി മറ്റുള്ളവരെ കൊല്ലാൻ മടക്കുമ്പോൾ, ഇപ്പുറത്ത് അബ്രഹാമും ഇസഹാക്കും അവർ വാക്തത്വമായ പലസ്തീനിലേക്ക് നടന്ന് ബെർശേബയിൽ വന്ന് നോക്കിയ അബീമേലെക്ക് അപഹരിച്ച കിണറ് വീണ്ടെടുപ്പിന് മുതലായ 7 പെണ്ണാട്ടിൻ കുട്ടികളെ കൊടുത്ത് ശത്രു അപഹരിച്ചതിനെ അവൻ തിരിച്ചു പിടിക്കുക. എന്താ വീണ്ടെടുപ്പ്? ആട്ടിൻകുട്ടിയെ മേലെ കൊടുത്ത വീണ്ടെടുപ്പിനായിട്ടല്ലേ? അന്ന് ന്യായപ്രമാണ യുഗം വന്നിട്ടില്ലായിരുന്നു, ലേവ്യ സംഖ്യാ പുസ്തകം ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആണാട്ടിൻകുട്ടിയെ അർപ്പിക്കണമെന്ന് നിയമമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് 7 പൂർണ്ണവയെ കാണിക്കുന്നു, ആട്ടിൻകുട്ടി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. അപ്പൊ വീണ്ടെടുപ്പിനെ കാണിക്കുന്ന, പൂർണ്ണവയെ കാണിക്കുന്ന 7 പെണ്ണാട്ടിൻകുട്ടിയെ കൊടുത്ത് അബ്രഹാം ആ കിണറിനെ വീണ്ടെടുക്കുന്നു. എന്നിട്ട് ആ കിണറിന്റെ തീരത്ത് വെച്ച് അബ്രഹാം ഉടമ്പടി ചെയ്യുന്നു. ആരോട് ഉടമ്പടി ചെയ്തു? അബീമേലെക്കിനോട് ഉടമ്പടി ചെയ്തു. അവിടെ നോക്കിയ ശത്രുവിനോടാണ് ഉടമ്പടി ചെയ്തത്. എന്നാൽ നിങ്ങൾ കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കിയാൽ, ഒന്ന്, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് തന്റെ ചങ്കിലെ ചോര മുഴുവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞതായി നമുക്ക് കാണാം. നോക്കിയേ, കർത്താവ് ആരെ വീണ്ടെടുത്തത്? ക്രിസ്ത്യാനിയെ മാത്രമാണോ? അല്ല, മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടിയ രക്തം എന്റെ കർത്താവ് കാൽവരിയിൽ ചൊരിഞ്ഞു കഴിഞ്ഞു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും വീണ്ടെടുപ്പ് കാൽവരിയിൽ നടന്നു കഴിഞ്ഞു. യേശുവിന്റെ രക്തം വീണത് 2 സ്ഥലത്ത്. ഒന്ന്, കാൽവരിയിൽ, ഗെത്സമനെ മുതൽ കാൽവരി വരെ. 2, അവൻ മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റ് മഹാപുരോഹിതനായി സ്വർഗത്തിലേക്ക് ചെന്ന് കൃപാസനത്തിന് മുകളിൽ ആ രക്തം മഹാപുരോഹിതന് തത്തുല്യമായി തളിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സ്ഥാപിച്ചു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ അവരും നമ്മൾ വ്യത്യാസം എന്താ? വ്യത്യാസത്തിലേ ഉള്ളൂ. അവര് വീണ്ടെടുപ്പ് നടന്ന് കണ്ടില്ല, നമ്മൾ കർത്താവ് വീണ്ടെടുത്ത് കണ്ടു. അപ്പൊ വീണ്ടെടുത്തത് കണ്ട നാം കർത്താവിനോട് അനുകൂലമായി പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തുടങ്ങിയപ്പോൾ, യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവിടെ ന്യൂ ക്രിയേഷൻ നടന്നു, അവിടെ പുതുസൃഷ്ടി നടന്നു. ഈ പുതുസൃഷ്ടിയാണ് സത്യത്തിൽ ക്രിസ്ത്യാനി. അപ്പോ ക്രിസ്ത്യാനിറ്റി ബേസ്മെന്റ് വീണ്ടെടുപ്പ്. സെക്കൻഡ് സ്റ്റേജ് അവൻ ന്യൂ ക്രിയേഷനായി, അവൻ പുതുസൃഷ്ടിയായി. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പോകട്ടെ, നമുക്ക് അവിടേക്ക് വരാം. അബ്രഹാമിന്റെ ചരിത്രം പറഞ്ഞ ശേഷം ഞാൻ അവിടേക്ക് വരാം, സമയമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗം ചിന്തിക്കാം. വീണ്ടെടുപ്പ് നടന്നു. 2, അവിടെ വെച്ച് ഉടമ്പടി നടന്നു, പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. കർത്താവ് നോക്കിയേ, ആ പെസഹയുടെ അന്ന് രാത്രി പറഞ്ഞില്ലേ, ആ പാനപാത്രം കയ്യിലെടുത്ത് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ പുതിയ നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞില്ലേ? പുതിയ ഉടമ്പടിയല്ലേ കർത്താവ് പെസഹയുടെ അന്ന് രാത്രി പ്രഖ്യാപിച്ചേ? ആ ഉടമ്പടിയല്ലേ കർത്താവ് കാൽവറി ചെയ്തേ? പ്രൈസ് ഗോഡ്. ഇവിടെ നോക്കൂ, അബ്രഹാം 1, അവൻ വീണ്ടെടുപ്പ്. 2, അവൻ ഉടമ്പടി ചെയ്തു. 3, അവൻ ആ ഉടമ്പടിയുടെ കിണറിന്റെ തീരത്ത് അവൻ പിചുലവൃക്ഷം നട്ടു. എന്താ പിചുലവൃക്ഷം? അത് ജീവന്റെ നിറവാണ്.
അവിടെ അവൻ നോക്കിയേ, അവിടെ അവൻ ചില പുതിയവനെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പുറത്ത് പാരാൻ മരുഭൂമിയിൽ ഒരുത്തൻ ദൈവം തുറന്ന ഉറവ് കുടിച്ച് അവൻ വില്ലാളിവരനായി മുൻപിൽ കാണുന്ന ജീവനുള്ളവനെ കൊല്ലാൻ മടക്കുമ്പോൾ, ഇപ്പുറത്ത് വീണ്ടെടുപ്പിന്റെ വീരത്ത്, വീണ്ടെടുപ്പിന്റെ കിണറിന്റെ വീരത്ത് നോക്കിയേ, ഉടമ്പടിയുടെ കിണറിന്റെ വീരത്ത് ജനിച്ചവൻ, അവൻ ഇല്ലാതാക്കുന്നവനല്ല, അവൻ പുതിയ ജീവൻ ഉണ്ടാക്കുന്നവനാ. അവല്ലേ കർത്താവ് പറഞ്ഞത്, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. അപ്പൊ ഈ വെള്ളത്തിന്റെ പ്രത്യേകത, ഈ വെള്ളം ജീവിപ്പിക്കുന്ന വെള്ളമാണ്. അതല്ലേ നമ്മുടെ കർത്താവ്. കർത്താവ് എന്താ പറഞ്ഞത്? അവൻ മഹത്വത്തിന്റെ പ്രത്യാശയല്ലേ. ആ പ്രത്യാശയെ ക്രിസ്തു നിന്റെ അകത്ത് ജീവനോടെ വാഴാൻ തുടങ്ങിയാൽ നിന്റെ ചുറ്റുമാ ജീവൻ മടക്കാൻ തുടങ്ങില്ലേ. അവല്ലേ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണവന് ഞങ്ങൾ അവന്റെ മരണം എപ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുക എന്ന് പറഞ്ഞില്ലേ. ഇനി പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ അവസാനമാക്കി എന്താ പറഞ്ഞത്? ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ യേശുവിന്റെ ജീവൻ ഈ രാജ്യത്തൊഴുകിയേ മതിയാകൂ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഈ യേശുവിന്റെ ജീവൻ നിങ്ങളിലേക്ക് ആത്മാവ് ഒഴുക്കുകയാ. എന്താ അവിടെ നടന്നത്? അബ്രഹാം പിജിൽ വർഷം പെട്ടു. അടുത്തതാണ്, അതിന് തൊട്ടുപാടിയാണ് അബ്രഹാം നിത്യവയുമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അവൻ നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അപ്പൊ 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് സർവശക്തനായ ദൈവത്തെ അറിയാമായിരുന്നു. 22-ാം അധ്യായത്തിൽ ആരാധന വന്നപ്പോൾ, 21-ാം അധ്യായത്തിൽ ആരാധന വന്നപ്പോൾ അബ്രഹാം ആരാധിച്ചത് സർവശക്തനായവനെയല്ല. അവൻ ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞത് എന്റെ ദൈവം നിത്യവയമാണ്. എന്താ യഹോവയുടെ പ്രത്യേകത? നിത്യവയമായ യഹോവ. യഹോവ എന്ന് പറഞ്ഞാൽ ആയി ഇറങ്ങി വരുന്നവനാണ്. അവൻ നിത്യനാണ്, അവന് മാറ്റമില്ലാത്തവനാണ്. അപ്പൊ മാറ്റമില്ലാത്ത ആയി ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് അബ്രഹാം 21-ാം അധ്യായത്തിൽ ആരാധിച്ച് അവസാനിപ്പിക്കുന്നത്. 22-ാം അധ്യായത്തിൽ ദൈവം ടെസ്റ്റ് നടത്തുക. അതേലേ, നീ എന്നെ ആരാധിച്ചൂലേ, ഓക്കെ ശരി, എന്നാ നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ മകനെയും കൊണ്ടൊന്ന് ആരാധിച്ചേ, നിന്റെ മകനെയും കൊണ്ട് ഒരു ഹോമയാഗം നടത്തി തൊട്ടുകൊള്ള എന്താ ആരാധിച്ചേ? എന്റെ ദൈവം നിത്യനായ അവൻ യഹോവയായി ഇറങ്ങി വരുന്നവനല്ലേ. എന്താ യഹോവ ആയി ഇറങ്ങി വരുന്നവൻ? ആ ദൈവത്തിലെ 21-ൽ ആരാധിച്ചേ. അപ്പൊ അതിന്റെ ടെസ്റ്റാണ് 22-ൽ വരുന്നത്. ആ ടെസ്റ്റിൽ അബ്രഹാം ജയിച്ചു. മോരിയുടെ മലമുകളിൽ തന്റെ മകനെ യാഗപീഠത്തിന് മകളിൽ കടത്ത് കത്തിയെടുത്ത് അവനെ കഴുത്തറക്കാനായിട്ട് അബ്രഹാം കൈയെടുത്ത് ഓങ്ങിയ നേരത്ത് യഹോവയായി ഇറങ്ങി വരുമെന്ന് 21-ാം അധ്യായത്തിൽ പറഞ്ഞ യഹോവയാം ദൈവം അവിടെ ഇതാ അബ്രഹാമിനെ തേടി ഇറങ്ങി വരികയാണ്. ആ ശബ്ദം മുഴങ്ങി, അബ്രഹാമേ അബ്രഹാമേ, ബാലന് മേൽ കൈവയ്ക്കരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അർത്ഥാൽ അബ്രഹാം കടന്നു വന്ന പടികൾ ചിന്തിക്കൂ. 1 വീണ്ടെടുപ്പ്, 2 ഉടമ്പടി, 3 അവൻ പിജിലവർഷം പെട്ടു, 4 അവൻ ദൈവത്തെ ആരാധിച്ചു, 5 അവൻ പരീക്ഷയിൽ ജയിച്ചു. അർത്ഥാൽ ക്രൂശിനെ തുടർന്ന് അവൻ അനുഗ്രഹത്തിന്റെ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. ഇത് ഉൽപ്പത്തി 21 പറയുമ്പോൾ സംഖ്യ 21 വന്നാൽ അവിടെ നമുക്കൊരു കാര്യം കാണാം. അവിടെ ജനം മോശയോട് പുറപുറത്ത്, യഹോവയോട് പുറപുറത്ത് അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ് അവർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. അവിടെ വെച്ച് കടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്നവരെ രക്ഷിക്കാനായിട്ട് ദൈവം പറഞ്ഞു, യഹോവയാം ദൈവം പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉയർത്താൻ പറഞ്ഞു. പിച്ചള സർപ്പത്തെ ഉയർത്തിയ മോശ, ജനം പിച്ചള സർപ്പത്തിലേക്ക് മോശയുടെ വാക്ക് കേട്ട് നോക്കിയാൽ, അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് പിച്ചള സർപ്പത്തിലേക്ക് വിശ്വസിച്ച് നോക്കിയാൽ, ആ സെക്കൻഡിൽ, നോക്കിയ സെക്കൻഡിൽ കാലെ കടിച്ച് കയറിയ വിഷം നിർവീര്യമാക്കപ്പെട്ട് ആ വിഷത്തെക്കാൾ വലിയ ദൈവശക്തി അവന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽ അതൊരു വലിയ തത്വമാണ്. നിന്റെ ജീവിതത്തിൽ നിന്നെ ഇല്ലാതാക്കുന്ന ഏത് വിഷത്തിന്റെ ശക്തികളും, ഏത് കഠോരമായ പ്രയാസങ്ങളും നിന്റെ ജീവിതത്തിൽ നിന്നെ മുഴുവനുമായി ഇല്ലാതാക്കുവാൻ നിന്നിലേക്ക് ശക്തിയാർജിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ഉറപ്പോടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്ക്. ക്രിസ്തുവിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി ഒരു നിമിഷം നോക്ക്. പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി, രോഗങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി, ശാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരയിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശുവിനെ ഒരു സെക്കൻഡ് നോക്ക്. ആ നോട്ടത്തിൽ കൂടെ വ്യാപരിക്കുന്ന ശക്തിയുടെ പ്രത്യേകത, ആ ശക്തി നിന്നെ സമ്പൂർണ്ണമായി വിടുവിക്കുന്നതാണ്. നിന്റെ കാലിൽ കടിച്ചിരിക്കുന്ന ആ അഗ്നി സർപ്പത്തിന്റെ വീര്യത്തെ, വിഷവീര്യത്തെ ഇല്ലാതാക്കുന്ന ദൈവശക്തിയാണ്
ഇന്ന് പകൽ സ്വർഗമിലേക്ക് പകരുവാൻ പോകുന്നവ. നോക്കൂ, അങ്ങനെ ഇവർ ആ അഗ്നിസർപ്പത്തിന്റെ കടിയിൽ നിന്നും രക്ഷ പ്രാപിച്ച ശേഷം തൊട്ടുപുറകെ അവർ പാടുന്ന ഒരു പാട്ടുണ്ട്. നിങ്ങൾ പിന്നെ 21-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവ, അവനെ പാടുവിൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ണുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടി. നോക്കിയേ, ഈ കിണർ ഏത് കിണറാ? സാധാരണ കിണർ കുത്തുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പിക്കാസ് ഉപയോഗിക്കും, മമ്മട്ടി ഉപയോഗിക്കും, അല്ലെങ്കിൽ എളാങ്ക് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള നോക്കിയേ ഉപകരണങ്ങൾ കൊണ്ടാണ് കിണർ കുത്തുന്നത്. എന്നാൽ ഇവിടുത്തെ കിണർ അങ്ങനെ കുത്തുന്ന കിണറല്ല. ഇവിടുത്തെ കിണറിന്റെ പ്രത്യേകത ദൈവം വെള്ളം കുടിപ്പിക്കാൻ പോകുന്ന കിണറാണ്. ഈ കിണർ പ്രഭുക്കന്മാർ കുത്തുന്ന കിണറാണ്. ഇത് കുത്തുന്നത് പ്രഭുക്കന്മാർ, ജനശ്രേഷ്ഠന്മാർ കുത്തിയ കിണറാണ്. ഇത് രാജദണ്ഡുകൾ കൊണ്ട് കുത്തിയ കിണറാണ്. ഈ കിണർ പൊന്തി വരേണ്ട കിണറാണ്. ഏതാ ഈ കിണർ? ഈ കിണർ നോക്കിയേ, 21-ാം അധ്യായത്തിൽ ക്രൂശിന്റെ വെളിപ്പാട് തൊട്ട് പുറകെ പറയുന്ന കിണറല്ലേ? ഈ കിണർ ലോകത്തിന്റെ ഉപകരണങ്ങൾ കൊണ്ട് കുത്തുന്ന കിണറല്ല. ഇത് രാജദണ്ഡുകൾ കൊണ്ട് കുത്തിയ കിണറാണ്. ഇത് ജനശ്രേഷ്ഠന്മാർ കുത്തിയ കിണറാണ്. ഈ കിണർ ഏതാണ്? ഈ കിണർ ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നാൽ ഒരുപോലെ വ്യാഖ്യാതാക്കൾ അവകാശപ്പെടുന്ന ഈ കിണർ, ഇതിന്റെ പ്രവചന നിവൃത്തി സംഭവിച്ചത് പെന്തക്കോസ്ത് നാളിലല്ലേ? അവിടെ ആരും കൈകൊണ്ട് കുത്താത്ത, ഒരു മനുഷ്യന് പിക്കാസ് എടുക്കാത്ത, ഒരു മനുഷ്യന് എളാങ്കെടുക്കാത്ത, തൂമ്പയോ കൈക്കോട്ടോ ഒരു ഉപകരണങ്ങളും എടുക്കാതെ ജനശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും നോക്കിയേ, അവർ രാജവണ്ടുകൊണ്ട് കുഴിച്ചൊരു കിണറല്ലേ നമുക്ക് പെന്തക്കോസ്ത് നാളിൽ കാണാൻ കഴിയുന്നത്. അവർ ഒരുമിച്ച് യെരൂശലേം ദൈവാലയത്തിൽ കൂടിയിരുന്ന് അവർ എല്ലായ്പ്പോഴും ദൈവത്തെ വാഴ്ത്തിപ്പോന്നെന്ന് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 52, 53 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്ത് യേശുവിനെ വിട്ട് അവർ മാളികാമുറിലേക്ക് ചെന്ന് അവിടെ മത്യാസനെ ചിട്ടിട്ട് തെരഞ്ഞെടുത്ത ശേഷം അവർ വീണ്ടും യെരൂശലേം ദൈവാലയത്തിലേക്ക് വരുന്നു. 52-ാം വാക്യം, അവനെ നമസ്കരിച്ച് മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലാവരും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. എല്ലായ്പ്പോഴും അവർ ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഇതല്ലേ ജനശ്രേഷ്ഠന്മാർ കുത്തിയ കിണർ? ആ കിണർ കുത്തിയപ്പോൾ എന്തുണ്ടായത്? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ നോക്കിയേ, പരിശുദ്ധാത്മാവ് കൊടുമുഴക്കത്തോടെ ഇറങ്ങി വന്നു. അവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അവർ ദൈവാത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ആ നദി ഒഴുകാൻ തുടങ്ങിയപ്പോൾ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ പടിവാതിൽക്കലിരുന്ന് മുടമ്പനോട് പത്രോസ് യോഹന്നാനും പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ മടക്ക എന്ന് പറഞ്ഞപ്പോ ആ നദി അവനെ തൊട്ടു. അവൻ സൗഖ്യമായി. അവൻ എഴുന്നേറ്റ് വന്നു. പത്രോസിന്റെ ശരീരത്തിന് നിഴൽ തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായി. പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. അത്ഭുതങ്ങളുടെ കലവറകൾ മനുഷ്യവർഗം അനുഭവിക്കാൻ തുടങ്ങി. എന്താ കാരണം? ഈ നദി ഒഴുകുന്ന നദിയാണ്. ഈ നദി ചലിക്കുന്ന നദിയാണ്. ഇത് അബ്രഹാമിന് കൊടുത്ത ആത്മാവിലുള്ള അനുഗ്രഹത്തിന്റെ ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ ദൈവം വെച്ചതല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അബ്രഹാമിന്റെ അനുഗ്രഹം ദൈവം നിങ്ങളുടെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. ആ അനുഗ്രഹമാണ് ഐശ്വര്യമായ അനുഗ്രഹം. ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഒരുവൻ പാരാനിലേക്ക് ചെന്ന് മിസ്രൈമിന്റെ അരികിൽ പാർത്ത് വില്ലാളിവരനായപ്പോൾ വാഗ്ദത്ത സന്തതി നോക്കി യാഗപീഠത്തിന്റെ മുകളിൽ കിടന്ന് അവൻ സ്വയമായി മരിക്കാൻ തയ്യാറാകുന്നു. ഉടമ്പടിയുടെ കിണറിൽ നിന്ന് വെള്ളം കുടിച്ചവൻ അവന്റെ ജഡീയത്വമില്ലാതായി അവസാനം അവൻ യാഗപീഠത്തിന്മേൽ കിടന്ന് പിതാവിന്റെ ഇഷ്ടപ്രകാരം മരിക്കാൻ തയ്യാറാകുന്നു. അവനെയാണ് എൻ്റെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചത്. ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ ജഡമാണോ ഉയരുന്നത്, അതോ നിങ്ങളുടെ അകത്ത് ക്രിസ്തുവാണോ വളരുന്നത്? എപ്പോഴാണ് അറിയാം? ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് അതറിയുന്നത്. ഒരു സാഹചര്യം വരുമ്പോഴാണ് അറിയുന്നത്. നിന്നെ ഒരാൾ ചതിക്കുമ്പോഴാണ് അറിയുന്നത്. നിനക്കവരൊരാൾ അപവാദം പറയുമ്പോഴാണ് അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നീ അവനവരെ വടിയും കുരിശു കൊടുത്ത് ഇറങ്ങുകയാണോ ചെയ്യുന്നത്, അതോ കർത്താവിനോട് സ്തോത്രം പറഞ്ഞ് നീ അവൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കാൻ തയ്യാറാണോ? നിന്റെ അകത്ത് ആരാ വളരുന്നത്? നിന്റെ അകത്ത് ഇസ്മായേലാണോ വളരുന്നത്? നിന്റെ അകത്ത് ഇസഹാക്കാണോ വളരുന്നത്? ഇസഹാക്കിന്റെ പ്രത്യേകത, കൈയും കാലും കെട്ടപ്പെട്ടവനായി അബ്രഹാമിന്റെ കയ്യിലിരിക്കുന്ന കത്തി തന്റെ കഴുത്തിൽ വീണാൻ കണ്ണുമടച്ച് കാത്തു കിടക്കുന്ന ഇസഹാക്കിനെ പോലെ ഒരു വളർച്ച നിന്റെ അകത്തുണ്ടോ? നിശ്ചയമായും അബ്രഹാമിന്റെ അനുഗ്രഹം നീ അനുഭവിച്ചിരിക്കും. അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ നീ കണ്ടിരിക്കും. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ലോകരാജ്യങ്ങളിലെ പട്ടണങ്ങൾ അവർ അവകാശമാക്കിയിരിക്കും. നിന്റെ അയൽവക്കക്കാർക്കോ കൂട്ടുകുടുംബങ്ങൾക്കോ നാട്ടുകാർക്കോ അവകാശമാക്കാൻ പറ്റാത്തത് നിന്ദിച്ചവർ നോക്കി നിൽക്ക്. നിന്റെ തലമുറകളുടെ കൈവശം ദൈവം അവകാശമായി നൽകും.
ഒരു വർധനവ് നിന്റെ കുടുംബത്തിൽ അവൻ പകരുവാൻ താല്പര്യപ്പെടുകയാണ്. സകല ശാപത്തിന്റെ കെട്ടുകളും പൊട്ടിമാറി എന്നും എന്നും വേദനയും പരാതികളും ആ നിന്ദകളും ആക്ഷേപങ്ങളും പിൻപറ്റുമോ നിന്റെ കുടുംബത്തിന് നടുവിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി ആഴങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തുറക്കാൻ തയ്യാറായി നിൽക്കുന്നു. ക്രിസ്തു നിന്റെ അകത്തുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്തുണ്ട്. വെളിച്ചത്തിന്റെ അവകാശമായ അബ്രഹാമിന്റെ അനുഗ്രഹം ഇന്ന് പകൽ നിന്റെ മേൽ പകരുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറായി നിൽക്കുന്നു. ഉണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് ക്രിസ്തുവിനോട് ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. വെളിച്ചത്തിൽ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന അവകാശത്തിനായി സ്തോത്രം. അബ്രഹാമിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം. കർത്താവെ, ഒരുവൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവെ പാരാൻ മരുഭൂമിയിൽ അങ്ങ് തുറന്ന് ഉറവ് കുടിച്ച് കർത്താവ് വില്ലാളിവനായി വളർന്നപ്പോൾ മറ്റൊരുവൻ കർത്താവെ ഉടമ്പടിയുടെ കിണറിൽ നിന്ന് അവൻ കുടിച്ച് അവൻ പിജിലവർഷം മട്ട് അവൻ ക്രിസ്തു എന്ന തലയോളം വളർന്നത് ഞങ്ങൾ ഇത് പകൽ കാണുകയായിരുന്നല്ലോ കർത്താവെ. ജനശ്രേഷ്ഠന്മാർ കുഴിച്ച ആ കിണർ ഞങ്ങളുടെ അകത്തുനിന്ന് ഒഴുകട്ടെ കർത്താവെ. ഞങ്ങൾ ക്രിസ്തു വളരട്ടെ കർത്താവെ. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളിൽ ക്രിസ്തു വളരട്ടെ കർത്താവെ. വീടിന്റെ മുമ്പിലിരിക്കുന്ന ബോർഡല്ല കർത്താവെ, വ്യക്തിത്വങ്ങളുടെ അകത്ത് ക്രിസ്തു വളരട്ടെ കർത്താവെ. ക്രിസ്തുവിന്റെ അനുഗ്രഹം ഇവർ അനുഭവിക്കട്ടെ കർത്താവെ. ഞാൻ ഇവരെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിസിനസ്സിനായി പ്രാർത്ഥിക്കുന്നു, വ്യക്തികളുടെ ശരീരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം ഇപ്പോൾ വെളിപ്പെടട്ടെ കർത്താവെ. അങ്ങനെ കർത്താവ് എല്ലാ മേഖലയിലും കർത്താവിന്റെ കരം അനുകൂലമായി ചലിപ്പിക്കുന്ന കർമ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. രാഷ്ട്രീയ മണ്ഡലത്തിൽ കുരുക്കളുടെ നടുവിൽ അകപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ ഇന്ന് പകൽ കർത്താവ് തുറന്ന് പുറത്തു കൊണ്ടുവരുന്ന കർമ്മയ്ക്കായി സ്തോത്രം ചെയ്തു കർത്താവെ. തൃക്കരം അങ്ങനെ എല്ലാ മേഖലയിലും അനുകൂലമായി കൽപ്പിച്ചാക്കുന്ന കർമ്മയ്ക്കായി സ്തോത്രം. മഹത്വം കൊണ്ട് ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനയായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പുതിയ നിയമ വെളിപ്പാടിൽ കർത്താവിനെ ആരാധിക്കുകയും ഒരുമിച്ച് കർത്താവ് ഒരുക്കി വെച്ച ആത്മീയ അനുഭവങ്ങൾ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളൊരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മണി മുതൽ 10:15 വരെ തൃശ്ശൂർ റൗണ്ടിലുള്ള പെരിഞ്ചേരി ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആരാധനയും ആത്മീയ ശുശ്രൂഷകളും നടത്തപ്പെടുന്നു. ഞാൻ അവിടെ ഉണ്ടാകും. കടന്നു വരിക, ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാം, ആത്മാവിൽ ആരാധിക്കാം, കർത്താവ് വെച്ച അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാം. പ്രാർത്ഥനയ്ക്കും കൗൺസിലിങ്ങുമായിട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. തകർന്നിരിക്കുന്ന തളർന്നിരിക്കുന്ന അനേക വ്യക്തികളെ ഉറപ്പിക്കുന്ന, അനേക വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ ഭൗതികമായ ചിലവുകൾ അനേകമായിട്ടുണ്ട്. നിങ്ങൾക്കതിൽ പങ്കാളികളാകുവാൻ ഒരു സാവകാശമുണ്ട്. താല്പര്യപ്പെടുന്നെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്കതിൽ പങ്കാളിയായി തീരാം. സുവിശേഷം ലോകരാജ്യങ്ങൾ അറിയട്ടെ, അനേകർക്ക് അത് വിടുതലായി മാറട്ടെ. കർത്താവ് വീണ്ടും കാണും വരെയും തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു.